ഞാനോ എത്തിയിട്ടുണ്ട്. സെർബിയൻ പിസ്സ ആണ്. ഞാനിതാ ഉറങ്ങി എണീറ്റിട്ടുള്ളൂ. ഇന്നലെ രാത്രി ഫുള്ളും മഴ പെയ്തു. അലക്കാനിട്ടൊക്കെ എടുത്ത് ഉള്ളിലേക്കിട്ട് ഭയങ്കര ബൈ ബൈ. ഞാനിതാ ഇവരെ ഫോളോ ചെയ്തിട്ട് സൈക്കിൾ ഷോപ്പിലേക്കാണ് പോകുന്നത്. രണ്ടുപേരും എങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴേ റോഡിലൊരു സാധനത്തെ കണ്ടോ, കണ്ടോ, ഇതിങ്ങനെ റോഡിന്റെ നടുവിലേക്കാ പോകുന്നത്. ഇങ്ങോട്ട് റോഡിന്റെ നടു പോയാൽ എന്തെങ്കിലും വണ്ടി കയറിടോ. ഇതാണ് സ്ട്രീറ്റ്. അല്ലേ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാ ഞാൻ ടെൻറ്റിൻ്റെ ഉള്ളിൽ നിന്ന് എഴുതിയിട്ടില്ല, അപ്പോഴേക്കും എനിക്ക് സെർബിയൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയിട്ട് ഞാനോ എത്തിയിട്ടുണ്ട്. സെർബിയൻ പിസ്സ ആണ്. ഞാനിതാ ഉറങ്ങി എണീറ്റിട്ടുള്ളൂ. ഇന്നലെ രാത്രി ഫുള്ളും മഴ പെയ്തു. അലക്കാനിട്ടൊക്കെ എടുത്ത് ഉള്ളിലേക്കിട്ട് ഭയങ്കര കൺജസ്റ്റഡ് ആയി പോയി. നൈസ്. I want to brush my teeth then. ഇതാണ് സാധനം. അടിപൊളി മണം. I'll come there. You can have from there. It's just cheese, eggs, and peanut. ഇപ്പൊ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോണ്ടിരിക്കണം. കഴിക്കാൻ വേണ്ടിയിട്ട് പിത്ത പുള്ളിയുടെ മദർ ഉണ്ടാക്കി കൊടുത്തു വെച്ചാണ്. അടിപൊളിയാണ്, നല്ല ക്രിസ്പിയാണ്. ചീസ് വെജിറ്റബിൾ ആണ്. അടിപൊളി. I think that is from Turkey. ഇതാണ് സാധനം. നല്ല രസമുണ്ട്. You like? Yeah. Eat it. No, I can't finish it. ഇന്നലെ രാത്രി മഴ പെയ്ത് പണ്ടാരിറങ്ങി. ഞാൻ ഇവിടെ ആയിരുന്നു ടെന്റ് അടിച്ചത്. മഴ പെയ്യും തോന്നിയപ്പം ഞാൻ അങ്ങോട്ടേക്ക് കോൺക്രീറ്റിലേക്ക് മാറ്റി. ആ കാണുന്നത് സ്വിമ്മിംഗ് പൂളാണ്, ടെമ്പററി സ്വിമ്മിംഗ് പൂളാണ്. You coming here every day or? When I have time with kids and when it's sun. This is like a mini park. Yeah. What do you think about Himalaya climbing? Himalaya climbing. I want to try Everest base camp. Not Everest, it's a Yes, base I know. camp. After base. അപ്പോൾ ഫ്രണ്ട്സ്, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു, ഫുൾ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു, ഫ്രഷായി, ടോയ്ലറ്റ് പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞാനിത് ഇറങ്ങാൻ പോവാണ്. ഇന്ന് സമയം കുറച്ച് ലേറ്റായി, 10 മണിയായി. എനിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ഉച്ചക്കത്തെ ലഞ്ചിന് വേണ്ടിയിട്ട് പിത്ത പാക്ക് ചെയ്യുന്നുണ്ട്. പിത്താണ്, പിസ്സ അല്ല, പിത്ത. അപ്പോൾ അത് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നേരെ പോകുന്നത് ഒരു സൈക്കിൾ ഷോപ്പിലേക്കാണ്. സൈക്കിൾ ജസ്റ്റ് എന്തെങ്കിലും സർവീസ് ചെയ്യാനുണ്ടോയെന്ന് ചെക്ക് ചെയ്യുക. കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല. ഇന്ന് നിഷിലെത്തണം, അതാണ് അടുത്ത പരിപാടി. അപ്പോൾ വാട്ട്സ് ദ നെയിം ഓഫ് ദിസ് പ്ലേസ്? ലെസ്കോവച്ച്. ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് എന്ന് പറയുന്നത് ലെസ്കോവച്ച് എന്നാണ്. അപ്പം ഞാൻ ഇന്ന് നിഷിലേക്കാണ് പോകുന്നത്. നിഷിൽ പോയിട്ട് അവിടെ ഒരു സ്പെഷ്യൽ തിങ് കാണാനുണ്ട്. ഇന്ന് നടക്കുമെന്ന് അറിയില്ല. ഇന്ന് നടന്നില്ലെങ്കിൽ നാളെ രാവിലെ അത് കണ്ടിട്ടേ പോവുള്ളൂ. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, മറന്നു പോകരുത്.
ഇവിടെ ഇതാ സ്വിമ്മിംഗ് പൂളുണ്ട്. സ്വിമ്മിംഗ് പൂളിന് ബോൾ കളിക്കാനുള്ള സംഭവങ്ങളാണിത്. അടിപൊളി. കുട്ടികൾക്കും വലിയ ആളുകൾക്കൊക്കെ യൂസ് ചെയ്യാം. എനിക്ക് കൊണ്ടുപോകാനുള്ള ഫുഡ് റെഡിയാക്കുകയാണ്. താങ്ക്സ് എ ലോട്ട്. താങ്ക് യു. അപ്പോൾ ഇന്നലെ ഇവിടെയായിരുന്നു എൻ്റെ ക്യാമ്പിങ്. ഓക്കെ, നമുക്ക് വിട്ടാലോ? ഓൾറെഡി ലേറ്റാണ്. ഇതാണ് വഴി. വളരെ ചെറിയ ഇടുങ്ങിയൊരു വഴിയാണ്. ഇന്നലത്തെ വീഡിയോ കണ്ടവർക്കറിയാം. ഒരു സൈക്കിൾ കഷ്ടിച്ച് പോവുള്ളൂ. മുന്തിരി വള്ളിയാ? വള്ളിയുണ്ട്. തല തട്ടാം. ബൈ ബൈ. ഞാനിത് ഇവരെ ഫോളോ ചെയ്തിട്ട് സൈക്കിൾ ഷോപ്പിലേക്കാണ് പോകുന്നത്. രണ്ടുപേരും I forgot your name. What was your name? Your name I forgot. Mikhail. മിഖാലിൻ്റെ അടുത്ത് അടിപൊളി സൈക്കിളൊക്കെ ഉണ്ട് കേട്ടാ. I think you have to lift your seat just very down. I will make it now. I'll arrange. I'll do it now. This is your bike, right? This is the bike from my brother. Oh, your brother. Okay. Serbia. ഞാനിപ്പോൾ ഉള്ളത് സൈക്കിൾ സർവീസ് ചെയ്യുന്ന സ്ഥലത്താണ്. ഇവിടുന്ന് കുറച്ച് പണികളുണ്ട്. ഒരു സ്റ്റാൻഡ് വെക്കാന്ന് വിചാരിച്ചു. ഇതുവരെ സ്റ്റാൻഡില്ലായിരുന്നു. ഇനി ഒരു സ്റ്റാൻഡ്, നല്ലൊരു സ്റ്റാൻഡ് ഇവിടെ കണ്ടിട്ടുണ്ട്. നോക്കട്ടെ, എന്നെ സൂട്ടാവോന്ന് അറിയില്ല. സൂട്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് വെക്കാട്ടെ. ഇതാണ് സ്ട്രീറ്റ്. എൻ്റെ സൈക്കിൾ അവിടെ സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതാണ് ഷോപ്പ്. അത്യാവശ്യം വലിയ ഷോപ്പാണ്. ഞാൻ ചെറിയൊരു ഷോപ്പാണ് ഇവിടെ പ്രതീക്ഷിച്ചത്, പക്ഷേ വലിയൊരു ഷോപ്പാണ്. ഇവിടെ എന്തൊക്കെയോ ഐറ്റംസ് ഉണ്ട്. ഞാൻ ഈ സ്റ്റാൻഡാണ് ട്രൈ ചെയ്യാൻ നോക്കുന്നത്. കാരണം ഇത് സെൻട്രൽ സ്റ്റാൻഡായിട്ട് നിൽക്കും. നല്ല സ്ട്രോങ് സാധനം. നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനത്തെ കിട്ടാനില്ല. ഇവിടെ എന്താ വില? 2750. പിന്നെ വേറെന്താണ് നോക്കാം. ഇവിടെ വേറെയും സ്റ്റാൻഡുകളുണ്ട്. ഇതിൽ ഏത് വെക്കണം എന്നുള്ളതാണ്. അത് സൂട്ടായില്ലെങ്കിൽ ഇതുപോലത്തെ ഏതെങ്കിലും വെക്കേണ്ടി വരും. നോക്കാം.
Obvykle si užiju pomalu, no? Aha. Ovaj je isto pustio, Peđa iz Koglu, Peđinjana, brate. Not suitable? No. Možeš kaču ഓ അത് വെക്കാൻ പറ്റില്ല, ചെയിൻ തട്ടുന്നുണ്ട്. ഓക്കെ, വി ക്യാൻ ട്രൈ ആണത്. അങ്ങനെ സൈക്കിളിന് സ്റ്റാൻഡൊക്കെ വെച്ചു, പുതിയ സ്റ്റാൻഡൊക്കെ വെച്ചിട്ടുണ്ട്, ഒറ്റയ്ക്ക് നിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട് സൈക്കിള്. അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഏകദേശം 4500 ദിനാറ്, 40 യൂറോ ആയിട്ടുണ്ട് ഇവിടെ എക്സ്പെൻസ്. 10 യൂറോ സർവീസ് ചാർജ്. നോർമലി ഇങ്ങനെയുള്ള സ്ഥലത്ത് വാങ്ങിക്കാറില്ല, പക്ഷെ ഇവിടെ വാങ്ങിച്ചിട്ടുണ്ട്. യൂറോപ്പല്ലേ, അപ്പോൾ ഇനി അങ്ങനെ കൺസെഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. സാധാരണ വാങ്ങിക്കുന്ന എന്താണോ അതാണ്, അതിന് പൈസ കൊടുത്താൽ മതി. പക്ഷെ ഇവിടെ അങ്ങനെ കൺസെഷനും കാര്യങ്ങളൊന്നുമില്ല. ഇനി യൂറോപ്പാണ്, നമ്മുടെ ഏഷ്യൻ കൺട്രി അല്ല. നല്ല ഹെഡ് വിൻഡാണ്, കാണുന്നില്ലേ? അങ്ങോട്ട് നീങ്ങുന്നില്ല, ആഞ്ഞ് ചവിട്ടിയിട്ട് നീങ്ങുന്നില്ല. റോഡ് വീതിയും കുറവാണ്. വലിയ ട്രക്കൊക്കെ വന്നാല് ഭയങ്കര ഡേഞ്ചറാണ്. നോക്കത്താ ദൂരത്ത് കൃഷിയാണ്. വത്തക്ക കച്ചവടം. ഈ വലിയ വത്തക്ക വാങ്ങിയാൽ ഞാനങ്ങനെ കൊണ്ടുപോകും, അതുകൊണ്ട് തൽക്കാലം ഞാൻ വാങ്ങുന്നില്ല. കുറേ ലേറ്റായി സൈക്കിൾ സർവീസിങ്ങും പിന്നെ അവിടുന്ന് ഇറങ്ങാനും. ഇതെന്തൊരു സംഭവം, വയലറ്റ് കളറ്, പേർപ്പിൾ കളർ, വയലറ്റ്, എന്താ പറയുക, സംഭവം ഒന്നും മനസ്സിലായില്ല. ഇടയ്ക്കിടയ്ക്ക് കാണാം. കഴിക്കാൻ പറ്റുന്നതാണോ അല്ലെന്നൊന്നും അറിയാത്തോണ്ടാ കഴിക്കാത്തത്. ഇവിടെ മെയിനായിട്ട് വത്തക്ക, വാട്ടർമെലൺ കൃഷി ചെയ്യാൻ തോന്നുന്നു. എല്ലാവരും വാട്ടർമെലണായിട്ടാണ് നിൽക്കുന്നത്. സോറി, നല്ല കാറ്റുണ്ട്, അതുകൊണ്ടാണ് ഡിസ്റ്റർബൻസ്, ഒന്നും വിചാരിക്കരുത്. എൻ്റെ കൂടെ ട്രാവൽ ചെയ്യുന്ന ഫീൽ ആയിക്കോട്ടെ അല്ലേ, കുറച്ച് കാറ്റൊക്കെ ആവാം. എങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴേ റോഡിലൊരു സാധനത്തെ കണ്ടു, ആമ കണ്ടോ? ഇതിങ്ങനെ റോഡിൻ്റെ നടുവിലേക്കാണ് പോകുന്നത്. ഇങ്ങോട്ട് റോഡിന്റെ നടു പോയാൽ എന്തെങ്കിലും വണ്ടി കയറിടോ. വണ്ടിയൊക്കെ അത് അടുത്തൂടെ പോകുന്ന, വണ്ടിനെയൊക്കെ വഴി മാറ്റി വിടുകയാണ്. ഇങ്ങോട്ട് നടക്ക്, നടക്ക്. ഇതിനെ ഈ ബ്രിഡ്ജ് കിടക്കുന്നവരെ അപ്പുറത്തെത്തിക്കണം. അല്ല, ഒരു ട്രക്ക് വരുന്നുണ്ടല്ലോ. ട്രക്കിന്റെ ടയറൊക്കെ ഇതിലൂടെ പോവാ. ബ്ലാക്ക് നിറങ്ങണ്ട, ഇതിലൂടെ ട്രക്കിന്റെ ടയറൊക്കെ പോവാ. മിക്കവാറും പണി കിട്ടീന്. നടന്നൂടെ, സെൻട്രലേക്കല്ല. അതിനെങ്ങനെയെങ്കിലും സേഫ് ആക്കിയിട്ടെ ഈ ബ്രിഡ്ജ് കടത്തി വിടണം. ഞാനിപ്പോൾ ഒരു ബ്രിഡ്ജിന്റെ മുകളിലാണുള്ളത്. ഇതാളെ കാണുമ്പോൾ തല ഉള്ളിലിട്ടേക്കുന്നു. ഇതിനെ വഴിതിരിച്ച് വിട്ടിട്ടുണ്ട്. ഇനി മേലാൽ റോഡുമേലേക്ക് വരരുത് കേട്ടോ, പോയിക്കോ വേമ്പട്ടാ.
വേഗം പോയിക്കോന്ന്. എന്താ പോത്ത്? ഇത് കണ്ടോ റോഡ്? ഈ ട്രക്ക് ഡ്രൈവർമാരൊന്നും ഇത് കാണൂല. മിക്കവാറും ഇതിന്റെ മുകളിൽ നിന്ന് തീരേണ്ടതായിരുന്നു.